ദൈവത്തിന് സ്തോത്രം. പ്രിയ ജോർജാനെ പറ്റി എനിക്കും രണ്ടു വാക്ക് പറയുവാൻ ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭം തന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ബുദ്ധിമാന്റെ ജീവയാത്ര മുകളിലോട്ടാകുന്നു, അവൻ കീഴിലുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. ഈ പ്രിയ ജോർജാൻ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ മരണാനന്തര ജീവിതത്തിനു വേണ്ടി താൻ വളരെ കരുതലുള്ള ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപിതാവിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ള പ്രധാന വിഷയങ്ങൾ: നുറുങ്ങിയ ഹൃദയം, നിറഞ്ഞ കണ്ണുകൾ, എപ്പോഴൊരു പ്രാവിൻ കണ്ടുപോലെ തുളുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയ പിതാവായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്നിപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട അടക്കാരാധനയൊക്കെ നടന്നു. ഒരു മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിന് ലാഭമാണ്. അത് ഏറ്റെടുക്കാൻ ആള് മക്കളും കൊച്ചുമക്കളും ബാധ്യസ്ഥരാണ് പിതാവിന്റെ അടുക്കൽ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി എന്ന് പറഞ്ഞ പോലെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. പിതാവിന്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അതുമാത്രമല്ല, വിശുദ്ധന്മാരെ അകപഴിഞ്ഞ് സ്നേഹിക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചില സന്ദർഭങ്ങളിൽ കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്, ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കരഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട്. കാരണം അതുപോലുള്ള വാക്കുകളാണ് ചെല്ലുമ്പോൾ പറയുന്നത്. ഒരു വിശുദ്ധന്മാരെ പോലും ദുഃഖിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം അതേ പാത. വിശുദ്ധന്മാരെ ബഹുമാനിക്കുകയും വിശുദ്ധന്മാരെ സ്നേഹിക്കുകയും അകവഴിഞ്ഞവരെ, അവരോട് യേശുവിനെ പോലെ തന്നെയുള്ളൊരു സ്നേഹം കർത്താവിന്റെ ശുശ്രൂഷകരോട് കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ടാണ് അവരെല്ലാം, മക്കളും കൊച്ചുമക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അവർ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടു, ഭൗതികമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു തൃപ്തിയോടെ എപ്പോൾ ഈ വീടുകളിൽ ചെന്നാലും തൃപ്തിയോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ദേശത്ത് ഈ വിളക്ക് ഇവിടെ കെട്ടെങ്കിലും സ്വർഗത്തിൽ ദൈവമായിരിക്കുന്നു. അതുകൊണ്ട് മക്കളും കൊച്ചുമക്കളും ഈ പ്രാർത്ഥനാ ജീവിതം, ആ നുറുങ്ങിയ ഹൃദയം, നിറഞ്ഞ കണ്ണുകൾ, എന്താണ് വിശുദ്ധന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഭവം, എല്ലാവരോടും ഒരുപോലെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ അനുഭവത്തിൽ താൻ ജീവിച്ചു. മാനസാന്തരത്തിനേറ്റ് ഫലം കാഴ്ച, ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് ഫലം കാഴ്ച കർത്താവിനുസരിച്ച് ചേർത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു അവസാനത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. സ്നേഹവാനായ ദൈവം അവസരം നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ചു നാൾക്ക് മുമ്പ് ഞാൻ ഈ ലോകം വിട്ട് മാറ്റപ്പെടേണ്ട ഒരവസ്ഥയുണ്ടായെങ്കിലും ദൈവം എന്നെ സൗഖ്യമാക്കി. ഇന്ന് ഈ പിതാവിൻ്റെ അന്ത്യ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ സഹായിച്ചതിനാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞു കേട്ടതായ സാക്ഷികൾക്ക് ഉപരിയായിട്ട് ഇനിയൊന്നും തന്നെ കൂട്ടിച്ചേർക്കാനില്ലെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചുരുങ്ങിയ സമയം 2 പ്രാവശ്യമായിട്ട് ഈ സ്ഥലത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഈ പ്രിയ കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാനും ദൈവം എന്നെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം ദൈവത്തെയും ദൈവജനത്തെയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകരെയും സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബമായിരുന്നു, പ്രിയപ്പെട്ട ദേഹമായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ പറയുന്നു, സ്നേഹം സകല ലംഘനങ്ങളെയും മൂടും. അല്പസമയം കഴിയുമ്പോൾ നാം ഇദ്ദേഹത്തിൻ്റെ മുഖം മൂടും, ദൈവത്തിൻ്റെ പെട്ടി അടയ്ക്കും, ചൗക്കറിയിലേക്ക് തന്നെ ഇറക്കി വയ്ക്കാൻ അതും മൂടി നാം കടന്നു പോകും, താൻ വിസ്മൃതിയിലേക്ക് കടന്നു പോകും. എന്നാൽ അതിനു മുമ്പായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അവൻ്റെ പാപങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിത്യസ്നേഹത്താൽ മൂടപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തിൽ അനേക പോരായ്മകൾ, അനേക വർഷങ്ങൾ പിന്തുടർന്നിരുന്നു. ആരും അത് ഇപ്പോൾ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും താൻ വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. താൻ കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തനിക്ക് ദൈവപ്രമാണത്തിന് വിരുദ്ധമെന്ന് കണ്ടാൽ താൻ കോപിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതുപോലെ തന്നെ താൻ വേഗത്തിൽ തണുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയായിരുന്നു. ഒരു മനുഷ്യന് ജീവിതത്തിൽ പല മുഖങ്ങളുണ്ട്. അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ഭാര്യയോട്, മക്കളോട് ഒരു മുഖമാണ്. എന്നാൽ പുറത്ത് താൻ മറ്റൊരു മുഖം പ്രകടിപ്പിച്ചേക്കും. ഭക്തിപരമായ കാര്യങ്ങളിൽ മറ്റൊരു അനുഭവമായിരിക്കും. അത് തൻ്റെ ജീവിതത്തിലും ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. എങ്കിലും തൻ്റെ സ്നേഹം വിലയേറിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് പോലെ സ്നേഹം സകല ലംഘനങ്ങളെയും മൂടും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ താൻ ദൈവസ്നേഹത്താൽ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്താൽ എപ്പോഴും ക്ഷമ പ്രാപിച്ചിരുന്നത് കൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ താൻ പ്രാപ്തനായിരുന്നു. ആ ദൈവസ്നേഹത്താൽ താൻ നിറഞ്ഞിരുന്നത് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ താൻ കഴിവുള്ളവനായി മാറിയിരുന്നു എന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കുവാൻ സാധിച്ചു. സജി പറഞ്ഞതുപോലെ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നാൽ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് മടങ്ങിപ്പോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ വരുവാൻ എന്നെ ഉദ്രവിപ്പിച്ച ഒരു പ്രധാന കാരണവും അത് തന്നെയാണ്. എങ്കിലും അതൊന്നും അത്രത്തോളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും ദൈവത്തെയും ദൈവത്തിൻ്റെ ജനത്തെയും പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷകരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ധാരാളമായ കൃപ തുടർന്ന് അവർക്ക് കൊടുക്കുമാറാകട്ടെ എന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രകാശങ്ങളുടെ വാക്യം എനിക്കപ്പെട്ടെന്ന് ഓർമ്മ വന്നു വരികയുണ്ടായി. പല ഭവനങ്ങളിലും അപ്പനൊരു വഴിക്ക്, ഒരു വിശ്വാസത്തിൽ മക്കൾ മറ്റൊരു വഴിക്ക്, ഭാര്യ വേറൊരു വഴിക്ക് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും നോക്കുക, ഇവിടെ ഇന്ന് മക്കളും കൊച്ചുമക്കളും എല്ലാം കർത്താവിന്റെ സാക്ഷ്യമുള്ളവരായി വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളെ പോലെ, യൗവനത്തിലെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അവർ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ കാണപ്പെടുവാൻ ഇടയാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവർ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ. അവരെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വാസ്തവത്തിലേക്ക് കിടക്കുന്നത് ഭാഗ്യവാനായ, അതീവ ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ്. ഈ തരുണത്തിലൂടെ ആയിരിക്കാൻ അവസരം നൽകിയ ദൈവകൃപയ്ക്കായി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വേർപാടുകൾക്കെതിരായിരിക്കുന്ന ഏവരെയും ദൈവമായ കർത്താവ് തന്റെ അളവറ്റ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. യെരൂശലേം പുരിയുടെ വാസം ദിനെ ചെന്നിൽ ആമോദമേറിടുന്നേ, വാസം ദിനെ ചെന്നിൽ ആമോദമേറിടുന്നേ ശാലേം പുരിയുടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിൽ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് 2-3 വർഷത്തിൽ പരം ഇവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കാൻ സഹായിച്ചു. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. വിശേഷാൽ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെതായിരിക്കുന്ന വിശേഷമായിരിക്കുന്ന ഗുണത്തെക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ല, നാവില്ല. എങ്കിലും പ്രിയപ്പെട്ടതായിരിക്കുന്ന കർത്തൃ ശുശ്രൂഷകരും ദൈവത്തിൻ്റെ മക്കളും ഒക്കെയും പറഞ്ഞതായിരിക്കുന്ന അനുഭവം അതേപടിയായി തീരുവാൻ, അതേപടി കാണുവാനും അനുഭവിക്കാനും കർത്താവ് എനിക്കും ഭാഗ്യം തന്നു. അദ്ദേഹത്തിന് കർത്താവിൻ്റെ ശുശ്രൂഷകരെ വളരെയേറെ ബഹുമാനവും വളരെയേറെ സ്നേഹവും വളരെയേറെ ആദരവുമായിരുന്നു. അത് ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് എനിക്കും സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്ത് നമ്മെ വിട്ട് കടന്നുപോയതായ യോർച്ചാനെ സംബന്ധിച്ച് എൻ്റെ വാക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പിതാവിൻ്റെ വയസ്സിനോട് അടുത്ത പ്രായമുള്ള ഒരു പിതാവ്, സുവിശേഷ വേലക്കാരായിരിക്കുന്ന ഞങ്ങൾ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ഞങ്ങൾക്കുള്ള ചെറിയ അവസ്ഥകളെയൊക്കെയും ഞങ്ങൾ വിട്ട് കർത്താവിനെ പിൻപറ്റുവാനായി കർത്താവിൻ്റെ പിന്നാലെ അവൻ്റെ ശബ്ദം കേട്ട് വിളി അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ഏതാണ്ട് ഇന്നൊക്കെ 10 വർഷത്തോടടുത്ത സന്ദർഭത്തിൽ ഈ മുണ്ടദാനത്തെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്കും ഭാഗ്യം നൽകി. എന്നാൽ അതിനു മുൻപ് പാസ്റ്റർ ജി പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന് ഈ മുണ്ടദാനത്തെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു.
ദൈവത്തിന് സ്തോത്രം. അന്ന് അദ്ദേഹത്തോട് ചേർന്ന് വളരെ സഹായിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞാൽ വളരെ പറയുവാനുണ്ട്. എങ്കിലും ഒരു സന്ദർഭം അദ്ദേഹം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ ഈ വിശ്വാസ വീടിന് വേണ്ടി കമ്പി, മെറ്റല്, മറ്റുള്ള സാധനങ്ങൾ ഇറക്കിയതായ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സുവിശേഷ വേലക്കാരനായിരിക്കവേ തനിക്ക് തന്നെ അവിടെ കിടക്കുവാൻ സാധിക്കാത്ത ഒരവസരവും സന്ദർഭവുമായിരുന്നു. അന്ന് താൻ വന്ന് ഈ പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അദ്ദേഹം പറയുകയാണ്, അച്ചായൻ പോയി കിടന്നുറങ്ങിക്കോ, ഞാനവിടെ പോകാം. ദൈവത്തിന് സ്തോത്രം. അന്ന് അദ്ദേഹം ഈ നമ്മെ വിട്ട് കടന്നുപോയ ഈ ജോർച്ചായൻ അവിടെ പോയി കിടന്ന് അതിന് ഒരു കാവലായിരുന്നു. ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും കാവലിൽ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു കാവലായിരുന്നു. വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെയും ജീവിതത്തിൽ അങ്ങനെയുള്ളതായ അനുഭവം 19 മാസം ഇദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കുവാൻ ദൈവം എനിക്കും ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞതായ കാര്യങ്ങൾ ഒന്നും അതിശക്തിയുള്ള കാര്യങ്ങളല്ല, എല്ലാം ശരിയായ കാര്യം തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തർക്കും സാക്ഷ്യങ്ങൾ കൊടുത്താൽ ഓരോരുത്തരും ഇതുപോലുള്ള കാര്യങ്ങൾ പറയും എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് ബിലയാം ആഗ്രഹിച്ചുവെങ്കിലും ബിലയാമിന് അത് സാധിച്ചില്ല. എന്നാൽ ഈ പ്രിയ ജോർച്ചാൻ അത് സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യങ്ങളുടെ നിലയാണ് ഇവിടെ കേൾക്കുന്നതിന് ഇടയായി തീർന്നത്. ഏറെക്കാരായിരിക്കുന്ന ഏവർക്കും ഈ നല്ല പാഠങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഒരു നല്ല മാർഗത്തെ കാണിച്ചിരിക്കുന്നു. നല്ലൊരു അവസാനം പ്രാപിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്നെ അതിനായി സമർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം ചുരുക്കുന്നു. ഏറ്റവും ഉത്തമമായൊരു ദിവസം കർത്താവ് ഭവനത്തിന് ദാനമായി നൽകി. അതിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ നാം ഇവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവൻ 23-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം ഒരു സുവിശേഷ വേലക്കാരെ വേദനിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ ചിലരെയൊക്കെ വേദനിപ്പിച്ച ബാക്കി. ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുമ്പിലിരിക്കുന്ന നടത്തിപ്പുകാരുടെ മഹത്വത്തെക്കുറിച്ച് മുമ്പ് ഇവിടുത്തെ ഒരു അപ്പച്ചൻ പറഞ്ഞു. ശരിയാണ്, പക്ഷെ ദാനിയേലിന്റെ കാര്യമൊന്നും അതിനോട് ചേർന്നല്ല. ദാനിയേൽ പറഞ്ഞ കാര്യമൊക്കെ 6-ാമത്തെ നിരയിലെ വരുത്തുള്ളൂ. ഇത് 1-ാമത്തെ നിര കർത്താവ് കഴിഞ്ഞാൽ അതിന് കൂടെ ഇരിക്കാനാണ് ഞാൻ ഈ പ്രതിഷ്ഠ വന്നത്. എൻ്റെ ജനത്തെ അതിനാ ഒരുക്കുന്നത്. അതിൽ എന്തെങ്കിലും മത്സ്യക്കേട് കണ്ടാൽ അപ്പച്ചൻ കോപിക്കുന്ന പോലെ ഞാനും ചിലപ്പോൾ കോപിക്കാറുണ്ട്. ദൈവത്തിന് സ്ഥാപനം അതൊരു ശുശ്രൂഷയല്ല. ഈ ജഡത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നന്നായിരിക്കണം, എല്ലായ്പ്പോഴും നന്നായിരിക്കണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ശിക്ഷിച്ച് വളർത്തുന്ന ഒരു നിലയുണ്ട്. അതാ കൊച്ചുമോനും പറഞ്ഞത്, കൊച്ചൻ കോപിക്കും. അതായിപ്പോൾ നമ്മുടെ സഹോദരനും പറഞ്ഞത്. അനാവശ്യമായി കോപിക്കാറില്ല. കൊച്ചുമക്കളെ പഠിപ്പിച്ചു, അവരുടെ മക്കളെയും പഠിപ്പിച്ചു. അടുത്തു വന്ന ദൈവമക്കളെയും ദുർജന വേലക്കാരെ കൊണ്ട് പ്രാർത്ഥിച്ച് അവരെ അതിനായിട്ട് ഒരുക്കി ഒരു ശുശ്രൂഷ. ആ പ്രാർത്ഥനാ ദീപം കെട്ടുപോകാതെ നമുക്ക് കയ്യിലെടുക്കാം. റിയലിസ്റ്റിക് വേൾഡ് ഒരു പോയിന്റ് വരെ ഓടേണ്ടത് ആ ശുശ്രൂഷ അദ്ദേഹം തികച്ചു. ഇനി മക്കൾ ആ സ്റ്റിക്ക് കൈകൊണ്ട് വാങ്ങിക്കുക. ഇതുവരെ അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നല്ല, ഞാനിനി പ്രാർത്ഥിക്കും. കൊച്ചുമക്കൾ വരെ പ്രാർത്ഥിക്കാൻ പ്രാപ്തരായ എല്ലാവരും ആ ശുശ്രൂഷ തയ്ക്കുക. എന്നാൽ ഇവിടെ പറയും സഖറിയാം ആ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ടെ, ഞാൻ എൻ്റെ ശുശ്രൂഷ ഇപ്പം നിർത്താൻ പോവാം. വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളിൽ എത്ര പേര് ആ പറഞ്ഞ വീട്ടിലേക്ക് പോകും? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകും. അതാണ് കൃപായുഗത്തിൽ ജീവിക്കുന്ന ദൈവഭക്തന്മാരുടെ വീട്, പുതിയൊരു കണ്ണുകളെ ചാട്ടെ. ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിന്യത്തിൽ എവിടെയായിരിക്കും കഴിക്കുന്നത്? അപ്പച്ചൻ പോയി കഴിഞ്ഞു. ഇനി അപ്പച്ചനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല. ഇനി അപ്പച്ചൻ മുള്ളി വെച്ചെന്നോ ഇല്ല വേറെ തരത്തിലാണെന്നോ പറഞ്ഞ് ആരും ഭാരപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തീർന്നു പോയി കഴിഞ്ഞു ആ വീട്ടിൽ. ഇനി അതിന് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താം. പാപികൾ മരിച്ചാൽ നരകത്തിൽ പോകും, പിന്മാറ്റക്കാർ മരിച്ചാൽ നരകത്തിൽ പോകും, സഹോദരനെ സ്നേഹിക്കാത്തവൻ നരകത്തിൽ പോകും, നടത്തിപ്പിനെ അനുസരിക്കാത്തവൻ നരകത്തിൽ പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷകാലം ഇന്ന് തീർന്നാൽ
വിവിധ ഘട്ടങ്ങളിലുള്ള ഞാനും നിങ്ങൾ ആ ശുശ്രൂഷാകാലം തികഞ്ഞാൽ എവിടെയായിരിക്കും പോകുന്നത്? നിത്യതയിൽ എവിടെ പോയിരിക്കും? കർത്താവിനോടുകൂടെ ഈ പിതാവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ആ തേജസ്സിൽ അവിടെ ഇരിക്കാൻ സാധിക്കുമോ? ഞാൻ ഭയപ്പെടുന്നു. ഈ ജഡശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ആ തേജസ്സിൽ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ പ്രിയപ്പെട്ട തേജസ്സിൽ വെളിപ്പെടും. യാതൊരു ബ്ലാക്ക് മാർക്കും കാണത്തില്ല. കാര്യം എല്ലാവരുടെയും സാക്ഷി അതിന് സ്വർഗം മുദ്രയിട്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലും അതേ തരത്തിലായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ വീട്ടിൽ പോകണം. തീർച്ചയായും നമുക്ക് കർത്താവ് ഒരുക്കുന്ന വീട്ടിൽ പോകാം. ശുശ്രൂഷയിൽ കൂടെ ഈ ആത്മാവ് അതിന് സഹായിക്കട്ടെ. സലോമോൻ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നവൻ ഇത് ഹൃദയത്തിൽ കരുതിക്കൊള്ളട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ജീവനുണ്ടെന്ന് പറയാൻ കുത്തൽ. പുത്രൽ വിശ്വസിക്കുന്നതിന് ജീവനുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ പോലെ ജീവൻ. പുത്രനിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ചവർക്ക് ഹൃദയത്തിൽ കരുതാവുന്ന ഒന്ന്, വാസസ്ഥലങ്ങൾ അനേകമുണ്ട്. എന്നാൽ കർത്താവ് ഒരുക്കുന്ന വാസസ്ഥലമുണ്ട്, പുതിയ യെരൂശലേം. ആ അവകാശം പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങാൻ ദൈവം നമ്മെ സഹായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് നിത്യവിശ്രാമത്തിലേക്ക് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ആ പിതാവിനെ കുറിച്ചുള്ള അനുസ്മരണ സാക്ഷ്യങ്ങൾ മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്ന് ഇവിടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്ത സഭ ശുശ്രൂഷകരിൽ നിന്ന് വിശ്വാസികളായ ദൈവമക്കളിൽ നിന്ന് ഒക്കെയും നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. 60-ലധികം വർഷങ്ങൾ, നീണ്ട 60-ലധികം വർഷങ്ങൾ അനുഗ്രഹീതമായ ഒരാത്മീയ ജീവിതം ചെയ്ത ഒരു പ്രിയ പിതാവ് താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അനേകർ തങ്ങളുടെ ആയുസ്സിന്റെ ഏറിയ നാളുകൾ പഴാക്കി കളയുമ്പോൾ ഈ പ്രിയപ്പെട്ട പിതാവ് നല്ല യൗവനത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ ഇഷ്ടം ചെയ്യുവാൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ജീവിക്കുവാൻ, ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ തന്റെ ജീവിതത്തിൽ ലഭിച്ചതായ ഭാഗ്യം എത്ര വലിയതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മാനിച്ച, വിശുദ്ധന്മാരെ ആദരിച്ച ഒരു പിതാവായിരുന്നു. ആയതിനാൽ ദൈവം തന്നെയും മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ മാനിച്ച ഈ പിതാവിനെ കർത്താവ് മാനിച്ചു. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇപ്പോൾ വിശുദ്ധന്മാരുടെ അനേക ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിളിയില്ല, അലമുറയില്ല. ദൈവത്തിന് സ്തോത്രം. ജഡത്തിൽ വേർപാടുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രത്യാശ ഉള്ള ഒരു ജീവിതം നയിച്ചതായ ഈ പിതാവ് എവിടെ എത്തിച്ചേർന്നു എന്ന് ഞങ്ങൾക്ക് ധൈര്യമായി പറയുവാൻ കഴിയും. തൻ്റെ കൊച്ചുമക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ അപ്പച്ചൻ സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. താൻ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേർന്നു. തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏറിയ വർഷങ്ങൾ ഈ ഭൂമിയിൽ ദൈവം തനിക്ക് കൊടുത്ത ഭവനത്തിൽ താൻ പാർത്തു. 92 വയസ്സ് വരെ. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗിയിൽ അതേ 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ട പിതാവ് തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ താൻ പാർത്തതൊക്കെയും താൽക്കാലിക ഭവനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ താൻ അന്യനും പരദേശിയും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ഇപ്പോൾ താൻ അത് ശാശ്വത ഭവനത്തിലേക്ക്, നിത്യഭവനത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ അനേകർ മരിക്കുന്നുണ്ട്. 2 സെക്കൻഡിൽ 5 പേർ വീതം
മരണവഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ കൈ ഒടിച്ചു കഴിയുമ്പോൾ 2 സെക്കൻഡായി. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ദൈവത്തിന്റെ സ്തോത്രം. 5 സെക്കൻഡായി കഴിയുമ്പോൾ 10 പേർ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ ഭൂമിയിൽ നിന്ന് മാറുക മരണം വഴിയായി. ദൈവത്തിന്റെ സ്തോത്രം. ഞാനും നിങ്ങളും അതേ ശ്മശാന ഭൂമിയിലേക്കുള്ള ശവക്കുഴിയിലേക്കുള്ള ഒരു നീണ്ട ജാവയുടെ ഏതോ ഒരു അർത്ഥത്ത് നിൽക്കുക. ഓരോ 2 സെക്കൻഡിലും 5 പേരെ വീതം തള്ളിയിട്ടുകൊണ്ട് ഈ ജാഥ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട പിതാവ് താൻ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന പിതാവ് 60 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ പാപത്തിന്റെ വഴികളിൽ നിന്ന് അത് പിന്തിരിഞ്ഞ ഒരു പുതിയ വഴിയിൽ കൂടെ, ഒരു പുതിയ വാർത്താവിൽ കൂടെ, ജീവന്റെ വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാനുള്ള ഭാഗ്യം തനിക്ക് ദൈവം നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അറിഞ്ഞ തനിക്ക് ലഭിച്ചതായ അത് ഉപദേശത്തിന് ലഭിച്ചതായ വിശ്വാസത്തിൽ അന്ത്യം വരെയും പോരാടി അവസാനിപ്പിക്കുവാൻ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തു. ആ പാട്ട് പേപ്പറിന്റെ അത് തലപ്പത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവത്തിന്റെ വചനം ഈ പ്രിയപ്പെട്ട പിതാവിൽ അത് അന്വർത്ഥമായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഞാൻ തൃശ്ശൂരായിരുന്നു. ഭവനത്തിൽ വന്ന് ഈ പിതാവിനെ കാണുവാൻ, മാതാവിനെ കാണുവാൻ, അത് ഗൾഫിൽ നിന്ന് വന്ന ആ മകനെയൊക്കെ കാണുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. വളരെ പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന ഒരു പിതാവായിരുന്നുവെന്ന് ഇവിടെ ഇപ്പോൾ പറഞ്ഞ അനുസ്മരണ സാക്ഷ്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. എനിക്കും കടന്നു വന്ന് കാണുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന പിതാവ്, പ്രാർത്ഥിക്കുന്ന അതേ പിതാക്കന്മാർ, അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ നമ്മുടെ ദേശത്തുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം സമാധാനം നമ്മുടെ ദേശത്ത് ഉള്ളത്. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവർ ദീർഘായുസ്സോടെ നിർപ്പതി വരുത്തും. ദൈവത്തിന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന 7 വിശേഷിക്കപ്പെട്ട അനുഗ്രഹങ്ങളാണ് 91-ാം സങ്കീർത്തനത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഈ പ്രിയ പിതാവിന്റെ ജീവിതത്തിൽ ആ വചനങ്ങൾ അന്വർത്ഥമായി തീർന്നു. ദീർഘായുസ്സോടെ ദൈവം നിർപ്പതി വരുത്തി നല്ലൊരു അവസാനം ദൈവം വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം തന്നെ മാനിച്ചു. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നല്ല അവസാനം. അനേകരുടെ അന്ത്യം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അനേകം ദൈവമക്കളെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കാര്യത്തിൽ ഏൽപ്പിക്കുവാനുള്ള ഭാഗ്യം. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കലും അമ്മശേനോട് പറഞ്ഞു, വാസേ ഞാൻ മരിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ചുറ്റും നിന്ന് അത് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന അവസരമായിരിക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് എന്റെ കർത്താവിനോടുകൂടെ ചേരണം. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ അതേ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ അതേ ലോക്കൽ ചർച്ചിൽ ഒരു പിതാവിന്റെ ആദ്യ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിക്കുകയുണ്ടായി. ആ പിതാവിനെ കുറിച്ച് അവിടെ പറഞ്ഞ സാക്ഷ്യം, തന്റെ അന്ത്യസമയത്ത് രാത്രി 1 മണി സമയത്ത് മക്കളെയെല്ലാം വിളിച്ച് വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോട് തന്റെ സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് മക്കളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്റെ യാത്ര അയക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ പറയുകയും ആ പിതാവ് കർത്താവിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രിയ പിതാവ് മരിച്ചിട്ടില്ല. ഒരിക്കൽ അമേരിക്കയിൽ അതേ ഭക്തനായ മൂടി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. അമേരിക്കയിലെ വർത്തമാന പത്രങ്ങളിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വായിക്കും, മൂടി മരിച്ചു എന്ന്. നിങ്ങൾ വിശ്വസിക്കരുത്. മൂടി മരിക്കുകയില്ല, പിന്നെയോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരും. ദൈവത്തിന്റെ സ്തോത്രം. എത്ര പ്രത്യാശ നിർഭരമായ വാക്കുകളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഡിലീസരവാദിയായ വോൾട്ടയർ മരിക്കാൻ നേരത്ത് വിളിച്ചു പറഞ്ഞു, അയ്യോ അയ്യോ, ഇരുട്ട്, കൂരിരുട്ട്, എന്റെ കാൽവയ്പാൽ എനിക്കൊരിടം കാണുന്നില്ല. അയ്യോ അയ്യോ എന്ന് അലറി വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ
ഭക്തനായ മൂടി മരിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞത് കേൾക്കണമോ? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ എന്നെ എതിർക്കുവാനായി അതാ കാത്തു നിൽക്കുന്നു, ഭൂമി എന്റെ കാലിന്റെ കീഴിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രിയപ്പെട്ട കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ട പിതാവിനും ഒരു നല്ല അന്ത്യം ദൈവം കൊടുക്കുന്നതിനിടയായി തീർന്നു. ഈ ഭൂമിയിൽ നാം എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ദൈവത്തിന് സ്തോത്രം അതൊന്നും നമ്മെ പിന്തുടരുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ജീവിതത്തിന്റെ നാളുകളൊക്കെയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം ചെയ്യുന്നുവെങ്കിൽ നിത്യതയിൽ നമുക്ക് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. മാർ അപ്രയം എന്ന് പറയുന്ന ഭക്തൻ തന്റെ പ്രാർത്ഥനയിൽ പ്രകാരം എഴുതി, ഞാൻ പാതാളം വഴിയായി കടന്നുപോയി, മല്ലന്മാരുടെ കല്ലറകളെ ഞാൻ അവിടെ കണ്ടു, എട്ടുകാലികൾ വലവിരിച്ചിരിക്കുന്നു, അസ്ഥികഷ്ടങ്ങളും തലയോട്ടികളും ചെറിയ കിടക്കുന്നു. മനുഷ്യന്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ഹേ മനുഷ്യ, നീ നിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഹേ മനുഷ്യ, നീ നിന്റെ ധനത്തിൽ അഹങ്കരിക്കുന്നതെന്തിന്? ഹേ മനുഷ്യ, നീ നിന്റെ ബുദ്ധിയിൽ പ്രശംസിക്കുന്നതെന്തിന്? ദൈവത്തിന്റെ സ്തോത്രം. ഏത് മനുഷ്യനും മരണം വഴിയായി കടന്നു പോകും. ദൈവത്തിന്റെ സ്തോത്രം. ഏത് സമയത്തും മരണം നമ്മെ പിടിപെടും. ആകയാൽ നമുക്ക് ലഭിക്കുന്നതായ വിലപ്പെട്ടതായ സമയം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട പിതാവിനെ പോലെ അനുഗ്രഹീതമായ ഒരു ആത്മീയ ജീവിതം ചെയ്യുന്നുവെങ്കിൽ നിത്യതയിൽ കർത്താവിനോടുകൂടെ ഇരുത്തപ്പെടുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ ഞാൻ കോട്ടയത്താണ് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രിയ ഈ അപ്പച്ചൻ്റെ മകൻ പ്രിയ ഷിജു ഞാനുമായിട്ട് തൃശ്ശൂര് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു. ആ ബന്ധത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നത്. ഈ അടുത്ത സമയത്ത് പല ശവസംസ്കാര ശുശ്രൂഷകളിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇന്നത്തെ പോലെ ഒരു അനേക കർത്താവിൻ്റെ അഭിഷക്തരായിരിക്കുന്ന ശുശ്രൂഷകരും ദൈവമക്കളും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു അന്ത്യ ശുശ്രൂഷയെ അടുത്തിടെ ഞാൻ കാണാൻ ഇടവന്നിട്ടില്ല. ഇതൊരു ഭാഗ്യം. കർത്താവിന്റെ സ്തോത്രം. 128 സങ്കീർത്തനത്തിൽ വായിക്കും, യഹോവയെ ഭയപ്പെട്ടവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചതിൻ്റെ ഭാഗ്യമാണ് ഈ കാണുന്നത്. തനിക്ക് നല്ലൊരു യാത്രയയപ്പ് സാക്ഷി പറഞ്ഞു കേട്ടതിലും പാട്ട് പേപ്പറിൽ അടിച്ചിരിക്കുന്ന ജനനവും മരണവും ഡേറ്റ് വെച്ച് 92 വയസ്സ് കർത്താവിന്റെ സ്തോത്രം താനിവിടെ ഈ ഭൂമിയിൽ ജീവിച്ചു. ദാവീദ് പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70-80 ഏറെയായാൽ 80 വേഗം തിരിഞ്ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. ദൈവവചനത്തിൽ കണ്ട പരിധിക്ക് അപ്പുറമായി താൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടിരിക്കും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് കർത്താവ് തനിക്ക് ഒരു സുദീർഘമായ വർഷം ഈ ഭൂമിയിൽ മക്കളെ കാണാൻ ഭാഗ്യം കൊടുത്തു. മക്കളെയും മക്കളുടെ മക്കളെയും കാണാനുള്ള ഭാഗ്യം കൊടുത്തു. കർത്താവിന്റെ സ്തോത്രം. വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ തനിക്കൊരു നല്ല യാത്രയയപ്പ് ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തതുപോലെ അനേക അഭിഷക്ത ഗണങ്ങളുടെ സാന്നിധ്യത്തിൽ തനിക്കൊരു യാത്രയയപ്പ് ലഭിച്ചത് വളരെ ഭാഗ്യം. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് തന്നെ 1-2 കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഞാൻ ചുരുക്കമായി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 28-ാം വാക്യം. ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ. അവരിൽ ഓരോരുത്തരെ അവനവൻ്റെ അനുഗ്രഹം കൊടുത്തു, അവരെ അനുഗ്രഹിച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എബ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എബ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മഖപ്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസ്ഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി
ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. കർത്താവിന് സ്തോത്രം. നാം തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ അനേക മരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ മുമ്പേ നാം കേട്ടതുപോലെ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകർ ലോകത്തു നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഈ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. യാക്കോബ് പ്രാണനെ വിട്ട് ജനത്തോട് ചേർന്നു. എവിടെ അടക്കി? കർത്താവിന് സ്തോത്രം. പഴയ നിയമത്തിൽ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ആദിയായ വിശുദ്ധന്മാർ, യോസേഫ്, ഇവരെല്ലാം കർത്താവിന് സ്തോത്രം അത് വാഗ്ദത്ത ഭൂമിയിൽ അവർ പോയി ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് സ്തോത്രം. യാക്കോബ് തൻ്റെ ജനത്തോട് ചേർന്ന് പിതാക്കന്മാരുടെ കല്ലറയിൽ എത്താൻ കഴിവില്ലാതെ പോയ പലരെയും കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് റാഹേൽ, അവൾക്ക് പിതാക്കന്മാരുടെ കല്ലറയിൽ ചെന്നെത്തുവാൻ സാധിച്ചില്ല. വഴിയിൽ അവളെ അടക്കിയെന്നാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം, നമുക്കും ഒരു മരണമുണ്ട്. സമയം നിശ്ചയമല്ല, മരണം നിശ്ചയമാണ്. എന്നാൽ മരണാനന്തരം നാം എവിടേക്കായിരിക്കും നാം പോകുന്നത്? ഒന്നിൽ നിത്യമോക്ഷം അല്ലെങ്കിൽ നരകം. കർത്താവിന് സ്തോത്രം. അത് നാം എവിടേക്ക് പോയി ചേരും? ജീവനോടിരിക്കുന്ന നമുക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, എൻ്റെ പിതാക്കന്മാരോട് കൂടെ പോയി ചേരുക. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ആദിയായ വിശുദ്ധന്മാർ പിതാക്കന്മാരുടെ കല്ലറയിൽ പോയി ചേർന്ന്. യോസേഫ് മരിക്കുമ്പോൾ യോസേഫ് തന്റെ സഹോദരന്മാരോട് മിസ്രൈമിൽ വെച്ച് യോസേഫ് പറയുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും, അപ്പോൾ എൻ്റെ അസ്ഥി എടുത്തുകൊണ്ടുപോയി വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ട് സംസ്കരിക്കണം. ആയതുപോലെ യോസേഫ് സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് ദൈവം സന്ദർശിച്ച് വെടിവെച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ യോസേഫിന്റെ അസ്ഥികൾ കൂടെ എടുത്തുകൊണ്ടുപോയി അവർ വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ട് അടക്കം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് സ്തോത്രം. പലർക്കും ആ വാഗ്ദത്ത ഭൂമിയിൽ പോയി എത്തുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ നല്ലൊരു അടക്കം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചെന്ന് വന്നേക്കാം. ഒരു കാര്യം ദൈവമക്കൾ ചിന്തിക്കണം, ഉയർത്തെഴുന്നേൽപ്പ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശുദ്ധനാകുന്നു, അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നാം ഓടിയതും അധ്വാനിച്ചതും വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകും. കർത്താവിന്റെ സ്തോത്രം. അതേ ഗലാത്യലേഖനം 4-16 വാക്യത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നാം ജാതികളെ പോലെ വിലപിക്കുന്നില്ല, പുലമ്പുന്നില്ല. കാരണം ദൈവമക്കൾക്ക് ഒരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ ശരീരത്തിൽ ഈ പിതാവ് തന്റെ ആത്മാവ് വേർപരിക്കപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ ഈ മൃതശരീരം നാം ശ്മശാന ഭൂമിയിൽ കൊണ്ട് സംസ്കരിക്കുവാൻ പോകുകയാണ്. എന്നാൽ നമുക്ക് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും ആ കഥാവിഷ്ടത്തിൽ നമുക്കൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. കർത്താവും തന്റെ വിശുദ്ധന്മാരും മധ്യാകാശത്തിൽ വരും, കാഹള ശബ്ദം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ഈ മൃതശരീരം കയറിക്കൊണ്ട് നാം ശ്മശാന ഭൂമിയിലേക്ക് പോകുന്ന വേളയിൽ കർത്താവിന്റെ കാഹള ശബ്ദം ധ്വനിക്കുന്നു എങ്കിൽ കർത്താവിന് സ്തോത്രം, മുൻഗണന ഈ അപ്പച്ചനായിരിക്കും. കാരണം ക്രിസ്തുവിൽ മരിക്കുന്നവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന് സ്തോത്രം. ഈ ഇവിടെ കേട്ട സാക്ഷികൾ നിമിത്തം, സാക്ഷികളുടെ വാമൊഴിക ഇവിടെ പറഞ്ഞത് സാക്ഷികൾ നിമിത്തം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് താൻ ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നു, ക്രിസ്തുവിൽ മരിച്ചു. ക്രിസ്തുവിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് മരിക്കുന്നത് ലാഭം, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. മരണം എങ്ങനെയാണ് ലാഭമാകുന്നത്? ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം മരണം ഇപ്പോൾ ലാഭമായിരിക്കുകയാണ്. ഏതൊരു ബിസിനസ് ചെയ്താലും, ഒരു കൃഷി ചെയ്താലും, ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്താൽ 30, 60, 100 മേനി വിളവാണ് അതിനെ ആഗ്രഹിക്കുന്നത്. ഒരു ബിസിനസ് ചെയ്താൽ ആ ബിസിനസ്സുകാരൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ലാഭം അതിനെ ആഗ്രഹിക്കുന്നു. ഒരു നല്ല ലാഭം കിട്ടണമെങ്കിൽ കർത്താവിന്റെ സ്തോത്രം അതിനേറ്റതായിരിക്കണം ബിസിനസ്. കർത്താവിന്റെ സ്തോത്രം. മരണം ലാഭമായിരിക്കണമെങ്കിൽ ജീവിതവും അതിനേറ്റതായിരിക്കണം. ജീവിതമില്ലാതെ മരണം ലാഭകരമായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതം കേട്ടെടുത്തോളം അതിമനോഹരമായി തന്റെ
ജീവിതം പര്യവസാനിച്ചു. സങ്കീർത്തനത്തിൽക്കാൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് പോലെ അവരെ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ ദൈവം എത്തിച്ചു. കർത്താവ് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചു. കർത്താവ് സ്വയമായിട്ട് എത്തുവാൻ നമുക്ക് കഴിയില്ല. എത്തിപ്പാൻ കഴിവുള്ള ഒരുവൻ ഉണ്ട്. നാബോത്ത് തന്റെ നാബോത്ത് ആഹാബിനോട് പറയുന്നത്, പിതാക്കന്മാരുടെ അവകാശം ജന്മം നിൽക്കുവാൻ ഒരിക്കലും സംഗതി വരുത്തരുത്. പിതാക്കന്മാരുടെ അവകാശത്തിന് വേണ്ടി നാബോത്ത് രക്തസാക്ഷിയായിട്ട് മരിച്ചു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വെളിച്ചത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാരോടുകൂടെ എനിക്കും നിങ്ങൾക്കും പങ്കും ഓഹരിയും ദൈവം തന്നിരിക്കുകയാണ്. ഈ അവകാശത്തെ നാം സൂക്ഷിക്കണം. ആദാമിനെ പോലെ തങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തി കളയുന്നവരായി തീരരുത്. ഏശാവിനെ പോലെ തങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തുന്നവരായി തീരരുത്. രൂബേനെ പോലെ തങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തി കളയുന്നവരായി തീരരുത്. കർത്താവിന് സ്തോത്രം. അവകാശത്തിന് വേണ്ടി എന്റെ അവകാശം നഷ്ടപ്പെടുത്തി. രൂബേനെ കുറിച്ച് തന്റെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്, വെള്ളം പോലെ തുളുമ്പുന്നവനെ ശ്രേഷ്ഠനാകയില്ല. അത് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന് സ്തോത്രം. പെന്തിക്കോസ്ത് മിഷന്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. എന്റെ വ്യക്തിപരമായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഈ പിതാവിൻ കർത്താവ് ആരംഭിച്ച നല്ല പ്രവൃത്തിയും ക്രിസ്തുനാളിലേക്ക് പൂർണ്ണമാക്കിയതുകൊണ്ട് സ്തോത്രം. കർത്താവ് സകലകാലത്തിന് മുമ്പ് വാക്യം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് സുവിശേഷ മുഖാന്തരമായി കടന്നു വരുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ, പരിശുദ്ധാത്മാവിൽ അറിയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം തനിക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് തന്റെ ഈ ദുരിതാസമത്സരങ്ങളിൽ കർത്താവിനെ വിശ്വാസത്താൽ അനുഗമിച്ചുകൊണ്ട് കർത്താവിന്റെ കാൽച്ചുവടുകളെ അനുഭവിപ്പാൻ തനിക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം തനിക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ജീവിതത്തിൽ ദൈവം വാസ്തവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും പങ്കാളിയായി ദൈവിക നന്മകൾക്ക് സാക്ഷിയായിരിക്കാൻ ദൈവം തന്നെ പ്രാപ്തനാക്കിയതുകൊണ്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെയും ചെറുമക്കളെയും ഒക്കെ കണ്ട ദൈവത്തിൽ സന്തോഷിപ്പാൻ കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കൃഷ്ണനോടുകൂടിയുള്ള ദൈവത്തിന്റെ വചനം തന്നെ നിറവേറ്റി ഈ ഭൂമിയിൽ തന്റെ ഓട്ടം തീർപ്പാൻ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. വേദനയില്ലാത്ത, കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവെറുപ്പില്ലാത്ത, നിലവിളിയില്ലാത്ത കർത്താവ് സ്തോത്രം. നിത്യമായ വിശ്രാമത്തിൽ തന്റെ നിത്യമായ അവകാശത്തിൽ ദൈവം തന്നെ ചേർത്തിരിക്കുകയാണ് സ്തോത്രം. കർത്താവ് നീതിമാന മരണത്തിലും പ്രത്യാശയുണ്ടെന്നുള്ളതുപോലെ കർത്താവ് സ്തോത്ര പ്രത്യാശയിൽ ഞങ്ങൾ ആശ്വസിക്കുന്നു, ധൈര്യപ്പെടുന്നു. കർത്താവ് സ്തോത്രം പ്രത്യാശയുടെ കർത്താവായ ജീവനിൽ വെളിപ്പെടുന്ന ആളിൽ ഞങ്ങൾ കർത്താവിനോടുള്ള തേജസ്സിൽ എടുക്കപ്പെടുവാൻ കൊണ്ടും കർത്താവ് സ്തോത്രം നിന്ന് കർത്താവ് സുവിശേഷത്തിന്റെ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കണമേ. സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ കർത്താവ് സ്തോത്രമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവയുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്നു നല്ലിച്ച് ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവത്തിന്റെ പരിജ്ഞാനം നൽകിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് കർത്താവ് സ്തോത്രം ദൈവർക്ക് നിത്യമായ അവകാശത്തിന് ദർശനമുള്ളവരായി മാറുവാൻ സഹായിക്കണമേ. നല്ല മാതൃകയെ പിന്തുടർന്ന കർത്താവിന്റെ നാമത്തിന് സാക്ഷികളായിരിക്കാൻ, കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ, എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഈ ശുശ്രൂഷത്തോളം കർത്താവോട് നിറവേറ്റിയതുകൊണ്ട് സ്തോത്രം. തുടർന്നാട് കണ്ടാൽ ശുശ്രൂഷയ്ക്കായി ശരീരവുമായി ഇവിടുന്ന് പുറപ്പെടുന്നു. കർത്താവ് കൂടിയിരിക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ഉത്തരവാദിത്തങ്ങളിലേക്ക് കർത്താവ് സ്തോത്രം പുറപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവാൻ അരുളി ചെയ്യുമ്പോൾ ദൈവസന്നിധാനത്തിൽ നിൽക്കാൻ എല്ലാവരെയും കർത്താവ് യോഗ്യരാക്കണം. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ പുകഴ്ചയും മഹത്വവും ദൈവത്തിന് കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ട പിതാവിന്റെ ജനനം മുതൽ കഴിഞ്ഞ ദിവസം വരെ തന്നോട് കൂടിയിരുന്ന് തന്നെ പരിപാലിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് തനിക്ക് കൊടുത്ത ആത്മരക്ഷയ്ക്കായി സ്തോത്രം ചെയ്യാം. തന്റെ യൗവനകാലത്ത് തന്നോട് കൂടിയിരുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും അനുസരിപ്പാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം. ോടുകൂടുള്ള ഐക്യത കൊടുത്തതിനായി സ്തോത്രം. സ്തോത്രം സ്തോത്രം. വേർപെട്ട ജീവിതം ചെയ്യുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. ഈ അപ്പസ്തലികമായ ഉപദേശത്തെ കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. അതിൽ തനിക്ക് നല്ല അവസാനം കണ്ടെത്തുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. തന്റെ കക്ഷങ്ങളൊക്കെ സഹിപ്പാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം. സ്തോത്രം സ്തോത്രം. സമാധാനത്തോടുകൂടെ തന്റെ ആത്മാവിനെ കർത്താവ് കൈക്കൊണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് ശുശ്രൂഷ ചെയ്യുവാൻ തക്കൊണ്ണം കർത്താവ് ശുശ്രൂഷകരെ പല ഭാഗത്തുനിന്ന് കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യാം. കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ബന്ധുമിത്രാദികൾക്കായി സ്തോത്രം. ദുഃഖത്തിലിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം സ്തോത്രം. ഇനി നടക്കേണ്ട ശുശ്രൂഷയും കർത്താവ് നടത്തി അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം വാഴ്ത്തുന്നു. സ്തോത്രം എന്ന കർത്താവെ
ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് കർത്താവെ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കർത്തൃ ശുശ്രൂഷകരും വിശ്വാസികളും മറ്റു പ്രിയപ്പെട്ടവരും ചർച്ചക്കാരും ബന്ധുമിത്രാദികളും ഒക്കെ നീ കൂട്ടിച്ചേർത്ത് ഈ പ്രിയ പിതാവിന്റെ അന്ത്യശുശ്രൂഷ മനോഹരമാക്കി തീർത്തതിനാൽ നിന്നെ വാഴ്ത്തുന്ന പിതാവെ തന്നിൽ ആരംഭിച്ച നല്ല വേല പൂർത്തീകരിപ്പാൻ അവിടുന്ന് മനസ്സായതുകൊണ്ട് സ്തോത്രം. താൻ പ്രിയമച്ച കർത്താവിന്റെ സ്ഥാനയിൽ തന്റെ ആത്മാവിനെ കൊണ്ട് എത്തിച്ചതിനാൽ നിന്നെ വാഴ്ത്തുന്ന പിതാവെ സ്തോത്രം. ഈ കുടുംബത്തിലുള്ള ആ ദുഃഖത്തിലിരിക്കുന്നതായ പ്രിയപ്പെട്ട എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരെ പ്രിയ പിതാവിന്റെ കാൽച്ചൂടിൽ പിന്തുടരുവാൻ നോക്കണം. ദേശത്ത് കർത്താവ് വിശ്വസ്തയോടുകൂടെ ജീവിച്ച് നിന്റെ സാക്ഷ്യം വഹിച്ച് കർത്താവിന്റെ പുറകിൽ കാണുവാൻ നീ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ വിശ്വാസം നമ്മുടെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ രഹസ്യപരിവരെ ഉണ്ടായിരിക്കുമാറാകണം. ആമേൻ. സ്തോത്രം. നമ്മുടെ സ്ഥലം MLA ജയരാജ് സാർ അവർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വാക്ക് നിങ്ങളോട് പറയുന്നത്. ബഹുമാന്യരായ പാസ്റ്റർമാര്, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മുളയ്ക്കലെ ജോർജാൻ്റെ ഈ ദേഹവിയോഗത്തിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ കുടുംബവുമായി എനിക്ക് വളരെയേറെ അടുത്ത ബന്ധമുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, ഈ കുടുംബത്തിലെ പല ചടങ്ങുകളിലും പലപ്പോഴും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുടുംബത്തിലെ ഒരു കാരണവരായ ജോർജാൻ്റെ വേർപാട് ഈ കുടുംബത്തെ സംബന്ധിച്ചും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളെ സംബന്ധിച്ചും ഏറെ ദുഃഖകരമാണ്. തൻ്റെ ജീവിതകാലത്ത് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ദൈവതജ്ഞനിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ ആദരാഞ്ജലികൾ ഞാനിവിടെ അർപ്പിക്കുന്നു. മൺമയമാം ഈ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ തിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം നീളുവായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുവാടി. ലോകം മരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു.
എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ എത്രത്തോളമെല്ലാം നമ്മുടെ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ശിശുയുടെ മുഴുവാരം കർത്താവ് വഹിച്ചിരിക്കുന്നതിനാൽ പിതാവിൽ ദൈവനായിരിച്ചതായ നല്ല പ്രവൃത്തിയെ കഥാവിന് തക്ക സമയത്ത് കഥാവെ തികച്ച കഥാവെ തന്നെ നിത്യഭവനത്തിൽ ദൈവം ചേർത്തുകൊണ്ടതിനായി ശ്രദ്ധിക്കുന്നു. കഥാവെ സ്തോത്രം. ഈ ജീവിതത്തിൽ കഥാവെ സ്തോത്രം നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം എനിക്ക് നൽകി. മക്കളെ കാണുവാനും കൊച്ചുമക്കളെ കാണുവാനും എല്ലാം ദൈവം ഭാഗ്യം കൊടുത്തതിനായി ശ്രദ്ധിക്കുന്നു. മക്കളുടെ നന്മകളെല്ലാം അനുഭവിപ്പാൻ തക്കോണം ദൈവം ഭാഗ്യം കൊടുത്തതിനായി ശ്രദ്ധിക്കുന്നു. കഥാവെ സ്തോത്രം. ഭവനത്തിൽ വെച്ച് നടന്നതായ കഥാവെ ശുശ്രൂഷകളെല്ലാം ദൈവത്തോട് അനുഗ്രഹമാക്കി തീർത്തല്ലോ. കഥാവെ സ്തോത്രം. ശ്മശാനത്തിൽ വെച്ച് നടക്കുന്ന അന്ത്യ ശുശ്രൂഷയും ദൈവം അനുഗ്രഹമാക്കി തീർന്നതിനായി പ്രാർത്ഥിക്കുന്നു. കഥാവെ സ്തോത്രം. പ്രകൃതി എല്ലാം വഴികൾക്ക് അനുകൂലമാക്കി ദൈവം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഥാവെ സ്തോത്രം. എല്ലാവരുടെയും യാത്രകളെല്ലാം കൂടി ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ. ഇനി അവിടെ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കഥാവെ സ്തോത്രം. അടികൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിത്യഭവനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ ഓടുവാൻ ഇടയാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷയിൽ കഥാവെ സ്തോത്രം. കഥാവെ സ്തോത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരെല്ലാം കഥാവെ ആ നിത്യഭവനത്തിന് യോഗ്യരാക്കി എല്ലാവരും തീർക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവങ്ങളും കഥാവെ ദൈവം നന്നായി ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ദൈവങ്ങളിൽ തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി.
ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിലയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും നീക്കം നിർത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാവുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചാകുന്നില്ലെങ്കിൽ ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കും. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരും. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുനിൽക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാവും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷയെ അവസാന ഘട്ടത്തിലേക്ക് നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊരു അടക്കാരാധന ആയിട്ടല്ല നാം കാണേണ്ടത്. ഇതൊരു യാത്രയപ്പ് യോഗമാണ്. കാരണം യാത്രയക്കുക എന്ന് പറഞ്ഞാൽ ഈ അയക്കുന്ന ആളിനെ പിന്നെ നമുക്ക് ഒരു നാളിൽ ഇന്നല്ല നാളെ ആയാലും കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഈ ശുശ്രൂഷ നാം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യൻ്റെ ആരംഭവും അവസാനവും കുറിക്കുന്നത്. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യന്മാരിലും അരിഷ്ടന്മാരെ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ലോക ജീവിതം 70 ഏറെയായാൽ 80 സംവത്സരം കൊണ്ട് അവസാനിക്കാം എന്നുള്ളതാണ് സത്യവേദ പുസ്തകം വ്യക്തമായി തെളിവ് തരുന്നത്. ഒരു ജീവിതം ദൈവത്തോടുകൂടെ നിത്യതയിൽ ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിനെ ദൈവം രക്ഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പേ ജീവിതത്തിൽ രക്ഷിതാവിനെ അറിയാൻ ഭാഗ്യം കൊടുത്തു. കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷരാൽ കൊടുത്തതായ ഉപദേശങ്ങളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹമായി കണ്ടു എന്നുള്ളത് നാം സാക്ഷ്യത്തിൽ നിന്ന് കേട്ട് കഴിഞ്ഞു.
ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ തൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായി എന്ന് നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹമാണ് ആ പ്രത്യാശയിലേക്ക് തന്നെ കഴിഞ്ഞ നാളിൽ മരണം വരെയും നടത്തി എന്നുള്ളത് കാണാൻ കഴിയുന്നു. ദൈവം പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കേട്ടതുപോലെ ഇത് പൊടിയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശ്വാസവും ബലവുമല്ല ജീവിതത്തിൽ നമുക്കൊന്നുമില്ല. ഇത് പൊടിയാണ്. അല്പസമയം കഴിയുമ്പോൾ ഇത് മണ്ണോട് ലയിച്ചു ചേരും എന്ന് നമുക്ക് വാസ്തവമായി കാണാൻ കഴിയും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ ദൈവസന്നിധിയിലേക്ക് ദൈവം ചേർത്തു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ ഒരു മൃതശരീരമാണ് ഇവിടെ കിടക്കുന്നത്. നാം പറയുന്നതും ചിന്തിക്കുന്നതൊന്നും താൻ ഗ്രഹിക്കുന്നില്ല, അറിയുന്നില്ല. എന്നാൽ ഈ മരണത്തിൽ കൂടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുവാനും ഗ്രഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വചനങ്ങൾ ഭവനത്തിൽ വെച്ച് ഇവിടെയും അല്ലെങ്കിൽ മുന്നറിയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് മനുഷ്യൻ്റെയും അവസാനം ഇതാണെന്ന് നാം ഗ്രഹിച്ചുകൊള്ളണം. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുവാനില്ല. ഈ മനുഷ്യൻ എന്ത് പറയുന്നു? ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതായ വാക്ക് വാസ്തവമായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മുന്നിൽ വരുന്ന നിരാശകളെയും ഭാരങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് ദൈവ ഇഷ്ടം സമ്പൂർണ്ണമായി ചെയ്ത് ദൈവസനിൽ നിൽക്കേണ്ടതായ ഓരോ ദൈവമക്കളുമാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അതായത് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. കർത്താവായ യേശുവിൻ്റെ കാവ്യ ശബ്ദം ഇപ്പോൾ ഈ മസാനത്തിൽ നാം കേൾക്കുന്നുവെങ്കിൽ ഈ മൃതശരീരത്തിനെ സെല്ലിലേക്ക് ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ബലഹീന ശരീരത്തിൽ നിന്ന് തേജസ്സുള്ള ഒരു ശരീരം രൂപാന്തരപ്പെടാൻ പോകുന്നു. ഇതാ ഇപ്പോൾ ജീവനില്ലാത്ത ശരീരമായി ഇപ്പോൾ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ മൃതശരീരത്തിൽ തന്നെയാണ് ഒരു ജീവൻ ഉണ്ടായി ഒരു തേജസ്സുള്ള ശരീരമായി രൂപാന്തരപ്പെട്ട് വരാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. തൻ്റെ സകല വിശുദ്ധന്മാരുമായി തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യഭക്തൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെ അവന്റെ മുമ്പിൽ കൂട്ടും എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 31-ാം വാക്യം മുതലാണ് നാം വായിച്ചത്. സകല മനുഷ്യരുടെ കാണുന്ന നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെ സിംഹാസനത്തിന് മുമ്പിൽ പ്രതിഫലത്തിനായി നിൽക്കേണ്ടവരാണ് എന്നുള്ളതായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കുകയാണ്. ലോകത്തിൽ ജീവിച്ചു, കുറെ കാലം ജീവിച്ചു, ആഡംബരമായി ജീവിച്ചു. ലോകത്തിലെ സുഖജീവിതമാണ് സ്വർഗം എന്ന് പറയുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നു. അല്ല, ഈ ലോകത്തിലെ സുഖജീവിതവും സന്തോഷമല്ല സ്വർഗം. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് സ്വർഗം. കർത്താവേ, ഇതുവരെയും പൂർണ്ണമായി എനിക്ക് ദൈവം ചെയ്യുവാൻ കഴിയില്ല. ഒരു ഉയർപ്പ് ജീവിതത്തിലുണ്ട്. മരിച്ചടക്കപ്പെട്ടാൽ ഒരു ഉയർപ്പുണ്ട്, ഒരു നിത്യതയുണ്ട് എന്ന് ഞാൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. വാസ്തവമായി ഞാനിപ്പോൾ അതറിയുന്നു. എന്നെ ആ നിത്യമായ രാജ്യത്തിൽ ചേർക്കേണ്ടതിനായി കർത്താവെ നിന്റെ പൈതലാക്കി നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജലസ്നാനമാകുന്ന ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആഴ്ചത്വത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭയുടെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ മരിച്ചാൽ ആ വ്യക്തിയുടെ നിൽക്കുന്ന സ്വർഗം തന്നെയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുന്നില്ല. അവരും കൂടെ കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥ ഭയങ്കരമായി തീരാൻ പോകുന്നു എന്ന് സത്യവേദ പുസ്തകം നമ്മെ പ്പെടുത്തുന്നു. അതിന്റെ പ്രസംഗങ്ങൾ ധാരാളം നാം കേട്ടിട്ടുണ്ട്. ഉപദ്രവകാലം കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കുവാൻ തന്റെ സകല വിശുദ്ധന്മാരുമായി വെളിപ്പെടുന്ന സുദിനത്തിൽ ഈ പിതാവിനെ നമുക്ക് കാണാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതൊരു അടക്കാരാധനയല്ല, ഒരു യാത്രയപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഈ പിതാവ് ഉറങ്ങിയാണ്. കാഹള ശബ്ദത്തെങ്കിൽ വിളിച്ചുണർത്തി മധ്യാകാശത്തിൽ കർത്താവുമായി വരുന്ന സുദിനത്തിൽ പ്രിയപ്പെട്ട പിതാവിനെ നമുക്ക് മുഖാമുഖമായി കാണണമെങ്കിൽ ഇതുപോലൊരു ജീവിതം ചെയ്ത് ഒന്നുകിൽ മരിച്ചടക്കപ്പെടണം, അല്ലെങ്കിൽ രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിച്ച് മധ്യാകാശത്തിൽ വരുത്തുമ്പോൾ നമുക്ക് ഈ പിതാവിനെ കാണാം. ആ ദൈവരാജ്യത്തിൽ, ആ മധ്യാകാശത്തിൽ ദൈവത്തോടുകൂടെ നാം കാണപ്പെടണമെങ്കിൽ ദൈവത്തിന് സമ്പൂർണ്ണമായി ഇഷ്ടം ചെയ്യുക,
നമുക്ക് ഇടയാകട്ടെ. തന്റെ രാജ്യം പണിതിട്ട് നമുക്ക് വേണ്ടി പണിവാൻ പോകുന്ന പോയിരിക്കുന്ന ആ രാജ്യം പണിതിട്ട് മണവാളൻ ഉടമസ്ഥൻ വേഗം വരും. ആ ദൈവത്തിന് മുന്നിൽ നിൽക്കേണ്ടതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവിനെ എല്ലാവരെയും സഹായിക്കട്ടെ. ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ആയെന്നോ മോദമേ. ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ആയെന്നോ മോദമേ. പൊടിയാകുന്നു തിരിയ പൊടിയിലേക്ക് ചേരുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം പ്രദേശത്തെ പൊടിക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹേ മണ്ണമേ നിന്റെ ക്ഷേമവിടെ, ഹേ മണ്ണമേ നിന്റെ വിഷമുള്ളവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ നൽകിയ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ശരീരത്തെ ഇവിടെ സംസ്കരിക്കുന്നു. കർത്താവ് കാഹളം ധരിക്കും. അതിപ്പോഴായിരുന്നാലും അല്പം കഴിഞ്ഞായിരുന്നാലും ആ സമയത്ത് തേജസ്സിൽ ഞങ്ങളുടെ പിതാവ് ഉയർത്തുമ്പോൾ ഈ പ്രത്യാശയോടെ ഇവിടെ അടക്കപ്പെട്ടതുപോലെ ഉയർത്തുമ്പോൾ മഹത്വം കർത്താവ് എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ അനുഗ്രഹമായി സ്ഥാനം നടത്തുവാൻ ലേഖനായി സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ പ്രത്യാശയും ഞങ്ങൾക്ക് തന്നു. ആ പ്രത്യാശ പ്രകാരം പിതാവ് ജീവിച്ചു. നല്ല അവസാനങ്ങൾ ലേഖനായി സ്തോത്രം. അനേക ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ സേവാനുസരണീയ വ്യക്തിയുള്ള പുരുഷന്മാരടക്കം ചെയ്തു വരുന്ന വചനത്തിൽ വായിക്കുന്ന പോലെ അനേക ശിശുയുടെ സാന്നിധ്യത്തിൽ മൃതശരീരത്തെ കർത്താവെ ഇവിടെ സെല്ലടക്കം ചെയ്യുവാനിടയാക്കിനായി നന്ദിയോടെ സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ ഭാഗങ്ങളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ നിൽക്കുമെന്നും ജീവനോട് ശേഷിക്കുന്ന മറുപടിയുള്ള പ്രത്യാശകൾക്ക് തന്നിരിക്കുന്നതിനാൽ സ്വാതന്ത്ര്യം ഗുണപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആ പ്രത്യാശ നിറയ്ക്കണമേ. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ വിശാലായ മക്കളെ ധൈര്യപ്പെടുത്തും ദൈവങ്ങൾ കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ, സഹായിക്കണമേ. എല്ലാവരെയും കാത്തോളും യേശുവിന്റെ നാമത്തിൽ നല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ കർത്താവിന്റെ പുത്രനെയും കാവലും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും സർവ്വശക്തന്മാരോടും നമ്മുടെ കർത്താവിന്റെ വരവരെയും ഇതുവരെയും സഹായിച്ച ദൈവത്തിന് ഉണ്ടായിരിക്കുമാറാകട്ടെ.